കോഴിക്കോട് ഫറോക്കിൽ ഭർത്താവിന്റെ വെട്ടേറ്റ് യുവതി മരിച്ചു. ഫറോക്ക് സ്വദേശി മുനീറയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഭർത്താവ് ജബ്ബാർ റിമാൻഡിലാണ്. ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറം ചെയ്യുന്നു. ഗോകുൽ, ചികിത്സയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ, ഒടുക്കം മരണത്തിൽ ഇറങ്ങിയിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ 4 ദിവസമായി മുനീറ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ബുധനാഴ്ചയായിരുന്നു മുനീറയെ ഭർത്താവ് ജബ്ബാർ വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടി പരിക്കേൽപ്പിച്ചത്. അനാവശ്യമായ കാര്യത്തിന് പണം ആവശ്യപ്പെട്ടതിനാൽ യുവതി ഈ മുനീറ പണം നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് വീടിന്റെ കതകടച്ചതിന് ശേഷം യുവതിയെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. വലതു കൈക്ക് പരിക്കേറ്റുണ്ട്, തലയ്ക്ക് പരിക്കേറ്റുണ്ട്. യുവതിയുടെ ശരീരത്തിൽ പുറത്ത് 2 വെട്ടുകളുണ്ട്. ഈ ജബ്ബാർ എന്ന് പറയുന്ന വ്യക്തി ലഹരിക്കടിമയാണ് എന്നും നേരത്തെയും ഈ മുനീറയ്ക്കെതിരെ ഇത്തരത്തിൽ അക്രമം നടത്തിയിട്ടുണ്ട് എന്നും ബന്ധുക്കൾ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. ഇത്തരത്തിൽ പരിക്കുപറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ 4 ദിവസമായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് ഇന്ന് പുലർച്ചയോടുകൂടി മുനീറ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാരകമായ രീതിയിൽ അക്രമം ഉണ്ടായിരുന്നു എന്നാണ് പറയാൻ സാധിച്ചത്. അന്ന് തന്നെ ഈ ജബ്ബാറിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇയാളിപ്പോൾ ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. ഇയാൾ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന സമയത്താണ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മുനീറ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അടിക്കടി ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വീട്ടിൽ ഉണ്ടാവാറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 1 വർഷം മുമ്പ് ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഈ ബന്ധം വേർപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുടുംബങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിലും മുനീറ തന്നെ മുൻകൈയെടുത്ത് ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ അതിനിടയിലും ഇത്തരത്തിലുള്ള ക്രൂരമായ അക്രമങ്ങളും ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള അതിക്രമങ്ങളും ഒക്കെ മുനീറയ്ക്കെതിരെ ഉണ്ടായതായി പറയുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ക്രൂരമായൊരു വെട്ടുകത്തി ഉപയോഗിച്ചുകൊണ്ട് വീടിനകത്ത് വെച്ച് വെട്ടുന്ന സാഹചര്യം ഉണ്ടാവുകയും യുവതി ഇപ്പോൾ ചികിത്സയിലിരിക്കെ 4 ദിവസത്തിന് ശേഷം മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. സുഹൈൽ, ഗോകുൽ കെ വേണുഗോപാലാണ് വാർത്താ വിശദാംശങ്ങൾ നൽകിയത്. അന്ന് തന്നെ വധശ്രമ കേസ് ചുമത്തി ഭർത്താവ് ജബ്ബാറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ജബ്ബാർ ഇപ്പോൾ റിമാൻഡിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.